പ്രണയനൈരാശ്യത്തിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഈ വീട്ടിലെ അടുക്കളക്കാരി ജൂലിയറ്റ് ഇപ്പോഴേ യഥാർത്ഥ മണവാട്ടിയുടെ കാൽപാദങ്ങൾ തുടച്ച് ചെരുപ്പിട്ട് കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും. ആ ചെരുപ്പെടുത്തിടടി. ശരിയാവുന്നുണ്ടോന്നേ ഞാനൊന്ന് നോക്കട്ടെ. ഇതിലും കൂടി ഒന്ന് ഇട്. കൊള്ളൂല. ഈ ചെരുപ്പ് കൊള്ളില്ല. ഇത് രണ്ടും ഊരി മാറ്റിക്കേ. അടുത്ത ചെരുപ്പിട്ട് നോക്കാം. വേഗാവട്ടെ, എനിക്ക് കളയാൻ സമയമില്ല. ഇന്നേ മഹിയുടെ എന്റെ എൻഗേജ്മെന്റ്. നൈസ്. ആ, ഇത് കൊള്ളാം. ഇത് മതി. അതെ, നീ അങ്ങനങ്ങ് പോയാലോ? എന്റെ കാലം നെയിൽ പോളിഷ് ആരിടും? അതിടാൻ നിന്റെ തള്ള ആ പൊട്ടിക്കളി സീതയെ വിളിക്കണോ? ഇതായിരിക്കുന്ന നെയിൽ പോളിഷ്. ചിന്റുവിനിപ്പോ എന്നോട് നല്ല തെറ്റിദ്ധാരണയുണ്ട്. ഞാൻ അവളെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാ. പക്ഷെ ഇനി അവളെ ഒരിക്കലും അത് വിശ്വസിക്കില്ല. അവളെ എങ്ങനെയൊന്ന് കാണും? മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റായിരുന്നു. ഞാനിവിടെ നിന്ന് ഇങ്ങനെ സമയം പാഴാക്കുന്നതിൽ ഒരു കാര്യമില്ല. ചിന്നുവിനെ കാണണം, കണ്ട് കാര്യങ്ങൾ പറഞ്ഞു പറ്റൂ.
മണവാളനെ എവിടേക്കാണാവോ? മണവാട്ടിയെ കാണാനാണോ? ഇത് മണവാട്ടിയെ കാണാനുള്ള പോക്കൊന്നുമല്ല. അല്ലടാ മരുമോനെ, ഇത് മറ്റവളെ കാണാനുള്ള പോക്കാ. മറ്റവളോ? അതാര്? എടി, ഈ നാടകത്തില് വിഷം ഉള്ളിച്ചെന്ന് മരിച്ച ആ കഥാപാത്രത്തിന്റെ പേരെന്തായിരുന്നു? ഉം, ആ പേരെന്തായിരുന്നു ചക്ക? ഓ, ജൂലിയറ്റ്. ഈ റേഡിയോയുടെ ഛേ, ഈ റോമിയോയുടെ കാമുകിയായിരുന്ന ജൂലിയറ്റ്. ഓ, ആ ജൂലിയറ്റ്. പ്രണയ നൈരാശ്യത്തിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഈ വീട്ടിലെ അടുക്കളക്കാരി ജൂലിയറ്റ്. ഇപ്പോഴേ യഥാർത്ഥ മണവാട്ടിയുടെ കാൽപാദങ്ങൾ തുടച്ച് ചെരുപ്പിട്ട് കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോ ചെരുപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എങ്കി ദക്ഷമോളുടെ കാല് മസാജ് ചെയ്തിട്ടേ കാലിൽ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുകയായിരിക്കും ചിന്നു. ചിന്നുവല്ല, ജൂലിയറ്റ്. ജൂലിയറ്റ് ജൂലിയറ്റ് ജൂലിയറ്റ്. നീലിമേ, ഈ നായ്ക്കളെ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ. ആ, അതുപോലെയാ ചില മനുഷ്യന്മാര്. ഈ വീട്ടിൽ സ്കോച്ച് ഉണ്ടെങ്കിലും തോട്ടുപറമ്പിലെ കള്ള് ഷാപ്പിലോട് ചെല്ലും. എന്തിനാ? ഈ പൊടിയിട്ട് കലക്കിയ കള്ളു കുടിക്കാൻ. കേട്ടൂടി നീലിമേ, എനിക്ക് ഓർമ്മ വരുന്നതേ ഒരു സിനിമ ഡയലോഗാ. സിനിമ ഡയലോഗോ? അതെന്തുവാ? വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. ആരും അർഹിക്കുന്നതിൽ കൂടുതൽ ആശിക്കരുത്. അങ്ങനെ ആശിച്ചവർക്ക് നാശമാണ് ഫലം. അതെ, ഒരു വീട്ടിലെ വേലക്കാരിയായിട്ട് വന്നാലേ ഏൽപ്പിച്ച ജോലികൾ ചെയ്ത് ശമ്പളം വാങ്ങി മിണ്ടാതെ ജീവിക്കണം. അല്ലാതെ ആ വീട്ടിലെ മുതലാളി പയ്യനെ വലവീശി പിടിച്ച് മഹാറാണി ആവാൻ നോക്കരുത്. അങ്ങനെ വേണ്ടാത്ത ചിന്തകൾ വന്നാലേ ഇതായിരിക്കും ഫലം. മോനെ മഹി, നിന്റെ മുഖത്ത് നല്ല വിളർച്ചയുണ്ട്. ഒന്ന് ഫേഷ്യൽ ചെയ്തിട്ട് നിൽക്കുന്നത് നല്ലതായിരിക്കും. നിന്നെ ഞാനൊന്ന് ഫേഷ്യൽ ചെയ്യുന്നുണ്ട്. പോ, പോ, പോ.